Welcome to this session. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Subphylum Urochordata. Last class we have discussed about the phylum Chordata and its salient features. By the time we have discussed that phylum Chordata is divided into 3 subphylums. First one is Subphylum Urochordata, second is Subphylum Cephalochordata, and third is Subphylum Vertebrata. Okay, so in this session we will discuss in detail about the salient features of the members of Subphylum Urochordata. Clear? Okay, ഞാൻ ഇവിടെ കുറച്ച് ഡയഗ്രാംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Subphylum Urochordata അകത്ത് വരുന്ന കുറച്ച് ഓർഗാനിസംസിന്റെ ഡയഗ്രാം ആണിത്. ഓക്കെ, ഈ സബ്ഫൈലത്തിനകത്തുള്ള എല്ലാ ഓർഗാനിസംസിനെയും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ദി ട്യൂണിക്കേറ്റ്സ്. ഓക്കെ, സോ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് Subphylum Urochordata are popularly known as tunicates. Okay, ഇത് മെയിൻലി മറൈൻ ആണ്. ദാറ്റ് മീൻസ് they are only found in or they are exclusively found in the marine environment. നമുക്ക് ഫ്രഷ് വാട്ടറിലോ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ എൻവയോൺമെന്റ്സിലൊന്നും നമുക്ക് Subphylum Urochordatയിലുള്ള ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ട്യൂണിക്കേറ്റ് ആണ്, ഓർ ഇറ്റ് ഈസ് എ മെമ്പർ ദാറ്റ് ബിലോങ്സ് ടു ദി Subphylum Urochordata. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഇത് ആക്ച്വലി അനിമൽസ് ആണ് കേട്ടോ. കിങ്ഡം അനിമയിലേക്കകത്ത് വരുന്ന കുറച്ച് ഓർഗാനിസംസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ഇതിന്റെ ഒരു മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ Subphylum Urochordatയ്ക്കകത്ത് വരുന്ന എല്ലാ ഓർഗാനിസംസിന്റെ ഒരു മെയിൻ ഫീച്ചർ എന്താന്ന് വെച്ചാൽ അവർക്ക് നോട്ടോകോഡ് പ്രസന്റ് ആണ്, ബട്ട് ദാറ്റ് ഈസ് ഓൺലി കൺഫൈൻഡ് ടു ദി ടെയിൽ ഓഫ് ദി ലാർവ. ഈ ഓർഗാനിസംസിന്റെ ഒക്കെ ലാർവൽ സ്റ്റേജിലുള്ള ലാർവയുടെ ടെയിലിന്റെ ഭാഗത്ത് മാത്രമാണ് നോട്ടോകോഡ് ഉള്ളത്. നമ്മൾ കോഡേറ്റ്സും അതേപോലെ നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിനകത്തുള്ള ഒരു ഡിഫറൻസ് ആണ് കോഡേറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നോട്ടോകോഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, പക്ഷെ നോൺ കോഡേറ്റ്സിന് നോട്ടോകോഡ് ഇല്ല എന്ന് പഠിച്ചു. ഈ കോഡേറ്റ്സ് ഫൈലം കോഡേറ്റയ്ക്ക് അകത്താണ് Subphylum Urochordata വരുന്നത്. അപ്പോൾ യൂറോകോഡേറ്റ്സിന്റെ ഒരു പ്രത്യേകത അവർക്ക് നോട്ടോകോഡ് ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഓൺലി കൺഫൈൻഡ് ടു ദ ടെയിൽ ഓഫ് ദ ലാർവ. ഈ മെമ്പേഴ്സിന്റെ ലാർവൽ സ്റ്റേജിലുള്ള ലാർവയുടെ ടെയിലിന്റെ ഭാഗത്ത് മാത്രമാണ് നോട്ടോകോഡ് ഉള്ളത്. ക്ലിയർ ആയോ? അപ്പൊ അത് അങ്ങനത്തെ പ്രത്യേകതകൾ ഉള്ള ഒരു ഗ്രൂപ്പാണ് Subphylum Urochordata. അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന എല്ലാ ട്യൂണിക്കേറ്റ്സിനും ഈ ഒരു ഫീച്ചർ ഉണ്ട്, ദാറ്റ് ഈസ് their notochord is confined only to the tail of the larva. Clear? Okay, then next point means they are more chordate like in the larval stage than in the adult stage. അപ്പോൾ നമുക്ക് പറയാം ഈ ട്യൂണിക്കേറ്റ്സിന്റെ ഒക്കെ ലാർവൽ സ്റ്റേജ് ആണ് കൂടുതലും കോർഡേറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, അതിന്റെ അഡൾട്ട് സ്റ്റേജിൽ വരുമ്പോഴേക്കും നോട്ടോകോഡ് പ്രസന്റ് അല്ലാത്തത് കാരണം ദേ ആർ മച്ച് മോർ സിമിലർ ടു ദാറ്റ് ഓഫ് കോഡേറ്റ്സ് ഡ്യൂറിങ് ഇറ്റ്സ് ലാർവൽ സ്റ്റേജസ്. ഓക്കെ, ലാർവൽ സ്റ്റേജ് ആണ് കോഡേറ്റ് ലൈക്ക് ക്യാരക്ടേഴ്സ് കൂടുതൽ കാണിക്കുന്നത്. ഓക്കെ, സോ ദേ ആർ മോർ കോഡേറ്റ് ലൈക്ക് ഇൻ ദി ലാർവൽ സ്റ്റേജ് ദാൻ ഇൻ ദി അഡൾട്ട് സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇവരുടെ ബോഡിക്ക് ചുറ്റുമായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെതറി കേസ് ഉണ്ട്. ഓക്കെ, ആക്ച്വലി ഈ ഓർഗാനിസംസിന്റെ ഒക്കെ എക്ടോഡെർമൽ ലെയറിൽ നിന്ന് ആ എക്ടോഡെർമൽ ലെയർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതേപോലെ ഒരു ലെതറി ആയിട്ടുള്ള ഒരു എൻവലപ്പ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ദി ട്യൂണിക് ഓർ ടെസ്റ്റ്. അതുകൊണ്ടാണ് ഈ ഓർഗാനിസംസിനെ നമ്മൾ ട്യൂണിക്കേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഏകദേശം ഇത് ഈ ഒരു സബ്ഫൈലത്തിനകത്ത് 2200ഓളം സ്പീഷീസിനെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഫൈലം കംപ്രൈസസ് അബൌട്ട് റഫ്ലി 2200 സ്പീഷീസ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാബിറ്റാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ and most species they prefer shallow coastal waters.
ഓക്കെ. അതേപോലെ ഇതിൻ്റെ സ്പീഷീസ് ഒക്കെ ചിലപ്പോൾ സോളിറ്ററി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ കൊളോണിയൽ ഫോംസ് ആയിട്ടും കാണാൻ പറ്റും. ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ടായിരുന്നു. ഹിയർ യു ക്യാൻ ഫൈൻഡ് എ ഗ്രൂപ്പ് ഓഫ് ട്യൂണിക്കേറ്റ്സ്. ഓക്കെ, ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടും അല്ലാണ്ട് സിംഗിൾ ആയിട്ട് കൊളോണിയൽ ഫോംസും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ. ഇനി ഇതിന്റെ ബോഡിയുടെ സൈസ്, ഷേപ്പ്, കളറ് അതൊക്കെ ഓരോ സ്പീഷീസിനും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ട്യൂണിക് അല്ലെങ്കിൽ ആ ടെസ്റ്റ്, അത് ഒരു ഔട്ടർ മോസ്റ്റ് ഒരു ലെതറി ഒരു പ്രൊട്ടക്റ്റീവ് കേസ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലൂസന്റ് ആയിരിക്കും ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂണിക്ക്. അതേപോലെ കുറച്ചും കൂടെ ടഫ് ആയിരിക്കും. Okay, and that is actually made up of polysaccharide which is called tunisin. Very important. Okay, tunisin എന്ന് പറയുന്നത് അതൊരു polysaccharide ആണ്, and that is actually similar to the cellulose. നമ്മുടെ പ്ലാന്റ്സിലൊക്കെയുള്ള സെല്ലുലോസുമായിട്ട് ചില സിമിലാരിറ്റി ഉണ്ട് ആ ഒരു ട്യൂണിസിൻ എന്ന് പറയുന്ന പോളിസാക്രൈഡ്. ഓക്കെ, അപ്പോൾ ഈ ട്യൂണിസിൻ എവിടെ നിന്നാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഫ്രം ദി എക്ടോഡാം. ഓക്കെ, ട്യൂണിക്കേറ്റ്സിന്റെ അവർക്ക് ഒരു ഇന്നർ എൻഡോഡാം, മീസോഡാം, എക്ടോഡാം ഒക്കെ ഉണ്ട്. അപ്പൊ എക്ടോഡാമിൽ നിന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ പോളിസാക്രൈഡ് ദാറ്റ് ഇസ് ട്യൂണിസിൻ വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി സെല്ലുലോസ് അത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല അതിന്റെ ടെസ്റ്റില് അതായത് ഈ ട്യൂണിക്ക് ആ ഒരു എൻവലപ്പിൽ നിന്ന് നമുക്ക് ബ്രാഞ്ചഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ കാൽക്കേരിയസ് ആയിട്ടുള്ള സ്പൈക്യൂൾസും പ്രസന്റ് ആണ് കേട്ടോ. ഓക്കെ, so the body wall underlying the test is known as the mantle. I will show where the test is. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ട്യൂണിക്കേറ്റ് ആണ്. ഓക്കെ, ഇത് ഈ കാണുന്നതാണ് അതിന്റെ ലാർവൽ സ്റ്റേജ്. ഓക്കെ, അതിന്റെ ലാർവയാണ്. ഓക്കെ, ഈ കാണുന്ന ഈ ഒരു റീജിയൻ, ഓക്കെ, ദിസ് ഇസ് ദി ട്യൂണിക് ഓർ ദി ടെസ്റ്റ്. ഓക്കെ, ഇതതിന്റെ ഡയഗ്രാം. ഈ കാണുന്നതാണ് ട്യൂണിക്. ഈ ട്യൂണിക്കിന്റെ ഒരു അടുത്ത ഒരു ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആക്ച്വലി ദ ബോഡി വാൾ ഈസ് ദാറ്റ് ബോഡി വാൾ അണ്ടർലൈങ് ദി ടെസ്റ്റ് റീജിയൻ ഈസ് നോൺ ആസ് ദി മാന്റിൽ. ഓക്കെ, അപ്പോൾ മാന്റിൽ നിന്നാണ് ഈ ആക്ച്വലി മാന്റിൽ 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് എക്ടോഡാം, എൻഡോഡാം ആൻഡ് മീസോഡാം. അപ്പോൾ മാന്റിലിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എക്ടോഡാം. എക്ടോഡാമിൽ നിന്നാണ് ദാറ്റ് പോളിസാക്രൈഡ് വിച്ച് ഇസ് കോൾഡ് ട്യൂണിസിൻ ഈസ് ആക്ച്വലി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിന്റെ അടുത്ത ലെയർ, ഇന്നർ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മാന്റിൽ or the body wall underlying the test is called mantle, and it consists of ectoderm, endoderm and the mesoderm. ക്ലിയർ ആയോ? ഇനി ഈ ഓർഗാനിസംസിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സീലം ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് സീലം ആബ്സെന്റ് ആണ്. നമ്മൾ മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു സീലം എവിടെ നിന്നാണ് അത് എറൈസ് ചെയ്യുന്നത്? മീസോഡാമൽ ലൈനിങ്ങിൽ നിന്നാണ് സീലം എറൈസ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഈ ഓർഗാനിസംസിന്റെ എക്ടോഡെർമൽ ലൈനിങ്ങിൽ നിന്ന് ഒരു ക്യാവിറ്റി എറൈസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് ഏട്രിയം. ക്ലിയർ ആയോ? സീലം അതേപോലെ ഏട്രിയം രണ്ടും ഡിഫറെന്റ് ആണ്. സീലം ഈസ് ആക്ച്വലി എറൈസ്ഡ് ഫ്രം ദി മീസോഡെർമൽ ലൈനിങ്, വൈൽ ഏട്രിയം ഈസ് ആക്ച്വലി ഫോംഡ് ഫ്രം ദി എക്ടോഡെർമൽ ലൈനിങ്. Okay, so coelom is absent in case of tunicates but has an ectoderm lined cavity which is called the atrium. Clear ആയോ? Okay, അപ്പോൾ ഇതിനകത്ത് ഈ ലാർവൽ ഫോം നിങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഈ ലാർവയ്ക്ക് അതിന്റെ ടെയിൽ ഭാഗത്തായിട്ട് ലോങ് നോട്ടോകോഡ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളത് ലാർവൽ സ്റ്റേജിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? ലാർവൽ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ലാർവൽ സ്റ്റേജിൽ നിന്ന് അഡൾട്ട് സ്റ്റേജിലോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും ഈ ടെയിലിന്റെ ഈ ഒരു സൈസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് റെഡ്യൂസ് ചെയ്ത് അവസാനം ടെയിൽലെസ് ആയിട്ട് മാറും. ഇതേപോലത്തെ ഇവിടെ ഒരു ടെയിൽ ഉണ്ടായിരുന്നു നേരത്തെ. ഓക്കെ, പക്ഷെ അത് അഡൾട്ട് സ്റ്റേജിലോട്ട് കടന്നപ്പോഴേക്കും ഈ ടെയിൽ റെഡ്യൂസ് ആകുന്നതിനോടൊപ്പം തന്നെ നോട്ടോകോഡും ആബ്സെന്റ് ആയി, അല്ലെങ്കിൽ നോട്ടോകോഡ് അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തു. ഓക്കെ, അപ്പോൾ അഡൾട്ട് സ്റ്റേജിൽ നോട്ടോകോഡ് ഇല്ല, പക്ഷേ എങ്കിലും ദേ ആർ കൺസിഡേർഡ് ആസ് കോഡേറ്റ്സ് ബിക്കോസ് വൺസ് ദേ ഹാഡ് ദി കോഡേറ്റ് ലൈക്ക് ക്യാരക്ടർ, ദാറ്റ് ഇസ് നോട്ടോകോഡ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു ബോഡി നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദി പോർസ്.
ഓക്കെ, ഒരു രണ്ട് റീജൻസ് ഉണ്ട്, ഒരു രണ്ട് പോർ റീജൻസ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ ബോഡി പോസസ് ടു ഓപ്പണിംഗ്സ്. First one is a buccal aperture and the second is the atrial aperture. ഈ കാണുന്നതാണ് buccal aperture, ഇത് atrial aperture. Okay, so the body possesses two openings, buccal aperture and atrial aperture. ഇവിടെ കൂടെയാണ് വാട്ടർ ഫ്ലോ. ഞാൻ പറഞ്ഞു ഇത് മറൈൻ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ആക്ച്വലി ഇതിന്റെ ഗ്യാസ് എക്സ്ചേഞ്ച്, അതേപോലെ ഫുഡ്, അതേപോലെ വേസ്റ്റ് മെറ്റീരിയൽസിന്റെ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് ഈ ബക്കൽ അപ്പേർച്ചറിലും അതേപോലെ ഏട്രിയൽ അപ്പേർച്ചറിലും കൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ ഒരു എക്സ്ചേഞ്ച് വഴിയിട്ടാണ് ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, ഫുഡ്, അതേപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അതിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. Okay, so continuous flow of water is maintained through these two openings, that is the buccal aperture and the atrial aperture. It facilitates the exchange of gases, food and waste materials. Clear ആയില്ലേ? ഇനി യൂറോകോഡേറ്റ്സ് അത് ഫിൽറ്റർ ഫീഡേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അത് കംപ്ലീറ്റ് ആണ്. ദാറ്റ് മീൻസ് ദേ പൊസസ് ഡിസ്റ്റിങ്ക്ട് ബക്കൽ അപ്പേർച്ചറും അതേപോലെ ഏട്രിയൽ അപ്പേർച്ചറും അല്ലെങ്കിൽ മൗത്ത് ഏനസ് ഒക്കെ പ്രസന്റ് ആയത് കാരണം ദേ പൊസസ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അതേപോലെ സിമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ആൻഡ് ദാറ്റ് ഇസ് എ കംപ്ലീറ്റ് വൺ. അത് മാത്രമല്ല ഇവർക്ക് ഗിൽ സ്ലിറ്റ്സ് പ്രസന്റ് ആണ്, ലാർജ് ഗിൽ സ്ലിറ്റ്സ്. ഈ വൈറ്റ് കളർ കാണുന്ന ഈ റീജൻസ്, ഓക്കെ, ഈ കാണുന്നതൊക്കെ ഗിൽ സ്ലിറ്റ്സ് ആണ്. ഓക്കെ, ഗിൽ സ്ലിറ്റ്സ്. ഇവിടെ ലാർവയുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാരിങ്സ് വിത്ത് ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, ഹിയർ ദിസ് ഇസ് ദി ഫാരിങ്സ് വിത്ത് ന്യൂമറസ് സ്ലിറ്റ്സ്. ഓക്കെ, ഈ കാണുന്നതൊക്കെ ഗിൽ സ്ലിറ്റ്സ് ആണ്. അപ്പോൾ ഒത്തിരിയും ദാറ്റ് മീൻസ് ദി യൂറോകോഡ്സ് they possess a large number of gill slits. Clear? പിന്നെ ഇവർക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല, റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ആബ്സെന്റ്. പകരം അവർക്ക് ഉള്ള ഒരു റെസ്പിറേഷൻ അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞു ആ വാട്ടർ മൂവ്മെന്റ് വഴിയിട്ടാണ്. അതുവഴി സിമ്പിൾ ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സ് വഴിയിട്ടാണ് ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത്. അതേപോലെ ഈ ഒരു ഓർഗാനിസത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതേപോലെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് പീരിയോഡിക് റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ. അതായത് നമ്മുടെയൊക്കെ ബോഡിയിൽ എങ്ങനെയാ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്? ഇറ്റ് ഇസ് യൂണി ഡയറക്ഷണൽ, ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ബ്ലഡ് ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാണ്ട് തിരിച്ച് ബ്ലഡ് വരുന്ന വഴിക്ക് തന്നെ തിരിച്ചങ്ങോട്ട് ബൈ ഡയറക്ഷണൽ ഫ്ലോ ഇല്ല. ഒരൊറ്റ വഴി കൂടെ മാത്രമാണ്, അതും ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ് ഈ ഹ്യൂമൻ ബീങ്സിന് അതേപോലെ മിക്ക ഓർഗാനിസംസിനുള്ളത്. പക്ഷേ ഈ യൂറോകോഡേറ്റ്സിന്റെ അല്ലെങ്കിൽ ഈ ട്യൂണിക്കേറ്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഹാർട്ട് ട്യൂബുലാർ ആയിട്ടുള്ള ഹാർട്ടാണ്. ഓക്കെ, വളരെ സിമ്പിൾ, അതേപോലെ ട്യൂബുലാർ ആയിട്ടുള്ള ഹാർട്ടാണ്. പക്ഷേ ഹാർട്ടിലുള്ള പ്രത്യേകത ആ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ആ ഒരു ബ്ലഡ് അത് ഒരു സമയത്ത് ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും, അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വേറൊരു ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതാണ് പീരിയോഡിക് റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? So it is one of the unique feature of this group. Very important point. Periodic reversal of direction of the blood flow is a unique feature of this group, that is Urochordates അല്ലെങ്കിൽ tunicates. ഇനി ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ഒന്നുമില്ല, സെൻസ് ഓർഗൻസ് ആർ ആബ്സെന്റ്. അതേപോലെ റീപ്രൊഡക്ഷൻ, രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ബോത്ത് അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഇതൊക്കെ. Asexually they reproduces through budding. Okay, then sexual reproduction, that is through the formation of gametes. Gametes form ചെയ്ത് ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇതിന്റെ സെക്സസ് യുണൈറ്റഡ് ആണ്. Mostly the sexes are united, that means hermaphrodites. Okay, then development is indirect. ഞാൻ പറഞ്ഞു കാരണം ഇവർക്കൊരു ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉള്ള ഓർഗാനിസംസിനെല്ലാം തന്നെ അതിന്റെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്നാ പറയുന്നത് അല്ലേ. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ് ആൻഡ് tailed free swimming tadpole larvae is also present. Okay, so that's all about the subphylum Urochordata. I hope you have understood the points. Thank you.